പൈസ വേണോ അതിന്? ഓണാക്കിയോ? അപ്പോ ഹായ് ഗായ്സ് വെൽക്കം ടു ഡബിൾ എന്തോ ഒന്ന് ഇറങ്ങിയിരിക്കാവോ? പറഞ്ഞു ഹായ് ഗായ്സ് വെൽക്കം ടു ഡബിൾ ബാരൽ. ഹായ് ഗായ്സ് വെൽക്കം ടു ഡബിൾ ബാരൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വേണ്ട ഇരിക്കണ്ട, ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടിരുന്നു ഇൻട്രോ പറഞ്ഞു അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? നമുക്കൊരു നൊസ്റ്റാൾജിയയിലേക്ക് പോയിട്ട് വന്നാലോ? അമ്മ ചിരിച്ചോണ്ട് കളിക്കത്തില്ല, കളിക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു നൊസ്റ്റാൾജിയ വീഡിയോ ആണ് ഞാൻ കരുതി. എന്ത് നൊസ്റ്റാൾജിയോയോ? അപ്പൊ ഈ ബുക്കും പേപ്പറും പേനയൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് മര്യാദക്ക് ഇരുന്നു. അപ്പൊ ഈ ബുക്കും പേപ്പറും പേനയൊക്കെ കാണുമ്പോ നിങ്ങൾ എന്ത് കരുതി? ഈ വീഡിയോ എന്തായിരിക്കും? നിങ്ങൾ അല്ല അല്ല എന്ത് കളി, എന്ത് ഗെയിം? ഇന്നത്തെ ഒരു വീഡിയോ ഞാനൊന്നും പറയണ്ടേ. ഇന്ന് ഫുള്ള് ഇവിടെ ഒരു നെഗറ്റീവ് വൈബായിരുന്നു. അതൊന്ന് മാറ്റാനായിട്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ എങ്ങനെയൊക്കെ ഒന്ന് മാറി വരട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അമ്മ ഫുള്ള് നെഗറ്റീവ് മൈൻഡായിരുന്നു, ഞാനും അവനും എല്ലാവരും. ഞാൻ നെഗറ്റീവ് മൈൻഡ്, എനിക്ക് പനി ആയതുകൊണ്ടാണ്. ഭയങ്കര പോസിറ്റീവാണ്, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ അമ്മ ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക്. ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്നത്തെ കളി നമ്മൾ കളിക്കുന്നത് നാടകമല്ല, ഇവിടെ നാടകം പറയാനല്ല പറഞ്ഞത്. നമ്മൾ 5 ഘട്ടമായ ഒരു ഗെയിമിനെ തിരിക്കും. ഘട്ടമല്ലല്ലോ, 5 സാധനം. പണ്ട് നമ്മൾ പേര് സ്ഥല സാധനം ഒക്കെ കളിച്ചിട്ടില്ലേ? ആ സെയിം സാധനം, പേര് സ്ഥലം സാധനം. ഓ ഞാൻ മലയാളം പറയും. പേര് സ്ഥല സാധനം സിനിമ പക്ഷി മൃഗം അങ്ങനെ. എന്നിട്ട് പോയിന്റ് എന്ന് പറയുവാണെങ്കിൽ ആദ്യമേ ഇപ്പം ഞാൻ ഏന്നോ അല്ലെങ്കിൽ ആന്ന് പറഞ്ഞൊരു അക്ഷരം പറയുമോ, പറഞ്ഞിട്ട് ഞാൻ ആ ഫുൾ സാധനം എഴുതി തീർത്ത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യും. എന്നിട്ട് ഞാൻ എപ്പോഴാണോ ഹാൻഡ് റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾ എപ്പോഴാണോ ഹാൻഡ് റൈസ് ചെയ്യുന്നത്, അപ്പൊ തന്നെ ബാക്കി 2 പേരും നിർത്തണം. അതോടെ ഗെയിം മിണ്ടാണ്ടിരി, അവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനും അപ്പു ഒരുപോലെ എഴുതുന്നെങ്കിൽ ഇപ്പം ആ വെച്ച പേര് അപ്പു അങ്ങനെ ഒരു പേര് ഞങ്ങൾ 2 പേരും കൂടെ എഴുതുവാണെങ്കിൽ ഇവനും അങ്ങനെ എഴുതുന്നെങ്കിൽ ഇവനും പോയി. ഒരു ശരിയുത്തരത്തിന് എത്ര പോയിന്റ്? ഒരു പോയിന്റ്, ഒരു പോയിന്റേ ഉള്ളൂ. ഒരു ശരി അയ്യാ ഒരു ശരി അല്ല. ഇപ്പം നെയിം പ്ലേസിംഗ്, നെയിമിന് 1 പോയിന്റ്, അത് ശരിയാക്കുവാണെങ്കിൽ 1 പോയിന്റ്, അങ്ങനെ 5 പോയിന്റ്, മൊത്തം ശരിയാക്കുവാണെങ്കിൽ 5 പോയിന്റ്. ഓക്കെ. അപ്പോൾ ഇതൊന്നും അല്ല എൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ജയിക്കുന്ന ആൾക്കൊരു പ്രോത്സാഹന സമ്മാനമായി എൻ്റെ വക 500 രൂപ. 500 രൂപ വേണമെന്നുണ്ടെങ്കിൽ കളി ജയിക്കണം കേട്ടോ. 500 രൂപ എനിക്ക് തന്നിട്ട് എല്ലാവർക്കും ഞാൻ കഴിക്കാൻ വേണ്ട ഒന്നും വേണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ചലഞ്ചിലേക്ക് പോവാം. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ? എനിക്കിന്ന് പനി ആയതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നൊന്നുമില്ല, എനിക്ക് വയ്യ, തൊണ്ട ഒത്തിരി അരയ്ക്കാൻ വയ്യ. എന്നാലും ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ നോക്കൂ. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം നെയിം പ്ലേസ് തിങ് എന്നുള്ള ഹെഡിങ് ആദ്യം എഴുതട്ടെ. എഴുതിക്കോ എല്ലാവരും എഴുതിക്കോ. വേറെ പേനയുണ്ട്, വേണോ? പ്ലേസ് പക്ഷേ ഇതൊന്നും തെളിയുന്നില്ല. മൂവി. അപ്പോൾ എത്ര എണ്ണം പറയുന്നുണ്ട്? 10 വേർഡ് പറയാം അല്ലേ? ഓരോരുത്തർ മാറിയാണ് പറയുന്നത്. 10 അക്ഷരം. അക്ഷരം. വേർഡ് അക്ഷരമില്ലേ? എന്താ നിങ്ങൾ പറയാം? നിങ്ങൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണോ? അല്ല, നിങ്ങളെന്നല്ലേ മണ്ടത്തരം പറഞ്ഞു. നെഗറ്റിവിറ്റി. അപ്പോൾ ഓക്കെ, തുടങ്ങാം. ആദ്യം ആരാ പറയുന്നത്? അത് ഇവിടെ തുടങ്ങിയാലോ? പറഞ്ഞു. കാ. ഞാൻ എഴുതി എല്ലാം കഴിഞ്ഞിട്ട് ചിന്തിച്ചിരിക്കുക. ഞാൻ എഴുതി കഴിഞ്ഞു. അത് എന്റെ തെറ്റാണോ? ആരാദ്യം ബുക്ക് ചെയ്യ? നീ അമ്മ ബുക്കി കഴിഞ്ഞ അപ്പോൾ എഴുതിയ വീണ്ടും നോക്കിയായിരുന്നോ? നോക്കിയില്ല, പിന്നെ എന്തിരിക്കുക? അത് കണ്ടോ? ഞാൻ നോക്കിയില്ല, മറന്നു പോയെന്ന്. ഓക്കെ. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ എത്രയൊക്കെ പോയിന്റ് കിട്ടും എന്നുള്ളത് നോക്കാം. ആരൊക്കെ എത്രയൊക്കെ സെയിം ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. കരൺ. കനകം. ഒന്നേ.
ആ ഓക്കെ. പ്ലേസ് കണ്ണൂർ. കാസർഗോഡ്. കടുത്തുരുത്തി. ഓ എനിക്ക് വയ്യ. വെറൈറ്റി പേര്. ആ, തിങ് കപ്പ. ഫലം. കട്ടില്. സിനിമ കുരുക്ഷേത്ര. കാസർഗോഡ് കാദർബായ്. കാര്യം നിസാരം. ആനിമൽ കടുവ. ഗൈസ് ആനിമൽ ഞാൻ എഴുതിയിട്ടില്ല. ആനിമൽ ആർ ബേഡ് എന്നാണ്. എനിക്ക് 4 പോയിന്റേ ഉള്ളൂ ഗൈസ്. 5 പോയിന്റ്. പഞ്ഞേ. എനിക്ക് കിട്ടിയില്ല ഒന്നും. ഇപ്പൊ രണ്ടാമത്തെ അമ്മ പറ. മാ. അയ്യോ എനിക്കിങ്ങനെ പേടിയാ, എനിക്ക് ടെൻഷൻ അടിക്കും. ഞാൻ എനിക്ക് ഒന്നും കിട്ടത്തില്ല എഴുതാനായിട്ട്. നിങ്ങളെല്ലാം എല്ലാം എഴുതിയോ? എഴുതിയോ? എനിക്ക് മനു. മണവാള്. അതെന്താ പേരാ? അത് പേരൊന്നും ഇല്ല. വെട്ട് മണവാളം പേരൊന്നുമില്ല. മണവാളം പേരൊന്നുമില്ല. മണവാളം പേരുണ്ട്. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം. മണവാളൻ എന്നുള്ള പേര് ആരെങ്കിലും എവിടെയെങ്കിലും സിനിമയ്ക്കകത്ത പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. വേറെ എവിടെ ആരും മണവാളൻ ഞാൻ കേട്ടിട്ടില്ല. ഇത് തെറ്റാണ്. കള്ളൻ. പിന്നെ മണവാളൻ പേരല്ലേ എല്ലാവരും. ഓക്കെ. മഞ്ഞാടി. മാഞ്ചോട്. അഞ്ചോടൊക്കെ ഉണ്ട്. അയ്യോ മഞ്ഞൾപ്പൊടി. ഞാൻ തിങ്ങൊന്നും എനിക്ക് കിട്ടിയില്ല. മണി. മായാമോഹിനി. മഞ്ഞ് പോലൊരു പെൺകുട്ടി. മനസ്സിനക്കരെ. മഞ്ഞ് പോലൊരു പെൺകുട്ടിയൊക്കെ നീ എത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞു? ഇല്ലേ? ഉണ്ട്. അതല്ല. മൈന. മയിൽ. മത്തിയോ? മത്തി. മത്തിയും കടിച്ചോണ്ട് വെളിയിൽ പോയിരിക്കും. മത്തി എവിടാ? മത്തി കരക്കൊണ്ടിട്ട എഴയത്തില്ലേ? പെരയത്തില്ലേ? അപ്പൊ അതെനിക്ക് പോയിന്റ് പോയോ? അടുത്ത നീ. എനിക്ക് 3 പോയിന്റേ ഉള്ളൂ. 3. അമ്മൊന്നുമില്ല. പിന്നെ ഉണ്ട്. രാവിലെ അവനോട് അമ്മ പറഞ്ഞാടാ അവൻ എഴുതിയത്. തിങ്ങെന്തോ അമ്മൂട്ടി. എനിക്കൊന്നും കിട്ടുന്നില്ല. അയ്യോ പറ്റോ? എന്തോ അമ്മ. എനിക്ക് അറിയത്തില്ല ഞാൻ കിട്ടില്ല. എന്തുവാ കുഞ്ഞ പരീക്ഷ കോപ്പി അടിക്കാൻ? തെറ്റാണല്ലേ ഞാൻ എഴുതി. നീ ആല്ലേ എഴുതിച്ചോ? തല്ലി. തെറ്റാണ് വരുവേ. എന്തോ? അമ്പാടി. അംബുജം. അവൻ അതേ പറയുന്നത്. അയ്യോ പോയടാ, ഞാൻ അംബേദ്കർ എഴുതാൻ വന്നത്. അംബുജമാണോ ചോദിച്ചത്? പട്ടി. രാവിലെ നിന്നോട് ഞാൻ അംബുജം എന്നാ പേര് പറഞ്ഞത്. പ്ലേസ് അമ്പലക്കര. അമ്പലക്കര. പ്ലേസ് അടിച്ചു നോക്ക്. അമ്പലക്കര പ്ലേസ് ഉണ്ടെന്ന് നോക്ക്. അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം എന്ന് പറഞ്ഞ ഒരു പ്ലേസാ അത്. മണവാളം പേരല്ലേ? അല്ലല്ല, അത് അമ്പലക്കര ഒരു പ്ലേസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയത്. കള്ളമ്മ നീ. ഞാൻ അകേച്ചൊന്നുമില്ല. അടുത്ത പറ. പ്ലേസ് പറ. എന്താ പേര് പറഞ്ഞു? അങ്ങനെ വെട്ടെവിടെ? ഇതെല്ലാം തെറ്റാ. അംബുജം. അംബുജം തിങ് ഒന്നും ഇല്ല. അംബുജം താമര. അതെവിടെ തിങ്ങിയാവുന്നേ? താമര ഫ്ലവർ. താമര ഒരു സാധനമാണ്. നീ പോകും. അതെങ്ങനെ സാധനം? അംബുജ സിമെന്റ് തിങ്ങ. അത് വെട്ടാൻ പറ. അംബുജ സിമെന്റ്. അംല ഹെയർ ഓയിൽ. ഒരുത്തനും എഴുതത്തില്ലെന്ന് പോയിന്റ്. അംബുജ സിമെന്റ് ഉണ്ട്. അംബുജ ഒന്നും തിങ്ങൊന്നും അല്ല. വെട്ടിക്കത്. എന്നാ ഞാനും പറയാം അംല ഹെയർ ഓയിൽ. അത് ഹെയർ ഓയിലിന്റെ ഭാഗമാണ്. അടിക്ക്. അംല ഹെയർ ഓയിൽ ഒരു സാധനമാണ്. ഒരു തിങ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു തിങ്. ഞാൻ ഇല്ല അങ്ങനെയാണ് എല്ലാം എഴുതുന്നത്. ഞാൻ ഓൺലൈനിൽ താമര വാങ്ങിക്കും. ഇപ്പോഴോ? നീ വെട്ടിക്കത്. മൂവി. അമ്പയോ? മൂവി പറ.
അമ്മ കിളിക്കൂട്. അമ്മക്ക് എഴുതാൻ പറ്റൂല. ഇല്ല അമ്മ കിളിക്കൂട്. അമ്മ കിളിക്കൂട്. ഇല്ല വെട്ട്. വെട്ടത്തില്ല. അമ്മ കിളിക്കൂട് വെട്ടത്തില്ല. അമ്മ കിളി കളിക്കത്തില്ല. ഇവിടുന്ന് അതെന്തോ എന്റെ പേര് അമ്മയുടെ ഒരു അരഞ്ഞാണ്. അതെന്ത് എഴുതാഞ്ഞ്? എന്താ എഴുതാഞ്ഞ്? അതൊന്നും സിനിമ പേരല്ല. ആ സിനിമ പേര് അല്ല അമ്മു. തച്ചോളി അമ്പോ. അമ്മ കിളിക്കൂട് സിനിമയാണ്. അമ്മ പറ്റത്തില്ല. അതെങ്ങനെ പ്രൊണൗൺസിയേഷൻ വരുന്നത്? ഇല്ല ഇല്ല ഗൈസ് നിങ്ങളിത് കാണുന്നുണ്ടെ പറയണം. അമ്മ കിളിക്കൂട് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? ആനിമൽ ഓർ ബേർഡ്. അതിന് ഞാൻ എഴുതിയിട്ടില്ല, എനിക്കൊന്നും കിട്ടിയില്ല. അമ്രണ. എഴുതടി മുട്ട ഇടറി. 1 2 3 എനിക്ക് 3 പോയിന്റ്. ആ അത് 4ാമത്തെ ആരാ പറയുന്നേ? അപ്പു. ഞാൻ. ആ പറ. ക്ലാ. ഒന്നല്ലേ ഉള്ളൂ. ക്ലായോ? സിനിമ ആളുടെ പേര് എല്ലാവരും ഒരുപോലെ വരണേ. എല്ലാവർക്കും പറ്റിപ്പോണം. എന്തോടാ ഇതിനെ പറ്റി എഴുതാനുള്ള? ക്ലാ ക്ലിയൊക്കെ പറ്റുമോ? എന്തോ കഴിഞ്ഞോ? ആരെയും കഴിഞ്ഞോ? നീ എത്ര? എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ ഇതുവരെ. എനിക്ക് ഒന്നുകൂടെ കിട്ടിയോ? എനിക്കും കൂടെ ഒരു സ്ഥലം പറഞ്ഞു. കഴിഞ്ഞോ? ഞാനും കഴിഞ്ഞു. ബാക്കി എഴുതണ്ട. ഓക്കെ, ആരാ പറയുന്നത് ആദ്യം? നീ പറഞ്ഞു. നെയിം പറ. നെയിം പറ. ക്ലാർക്ക്. ഞാൻ എഴുതിയിട്ടില്ല. ക്ലാർക്ക്. ഞാനും ക്ലാർക്ക്. അയ്യോ സീറോ. പ്ലേസ്. ക്ലാട്ട്. ക്ലാട്ടോ? ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവർ. തരാ അവിടെ. ക്ലോക്ക് ടവർ പ്ലേസ് ഒന്ന് അടിച്ചു നോക്ക്. പിന്നെ എനിക്ക് വയ്യ. ക്ലോക്ക് ടവർ മൊബൈൽ എടുക്കാം. അപ്പൊ എനിക്ക് ഒരു സ്ഥലം അടിച്ചു നോക്കണം. ചുമ്മാ എഴുതിയതോ നോക്കട്ടെ. ക്ലിയോപാഡോ? അയ്യോ ക്ലിയോപാട്രന്റെ പേരുണ്ടായിരുന്നല്ലോ. അത് ക്ലോക്ക് ടവർ സ്ഥലം ഉണ്ടോ നോക്കുമോ? ഏത് ജില്ലയാണ്, ഏത് സ്റ്റേറ്റ് ആണ് എല്ലാം നോക്കണം. അയ്യോ ഇന്ത്യയിലല്ല. എന്താണ് സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ക്ലോക്ക് ടവർ. CLOCK TOVER. ക്ലോക്ക് ടവർ റെസ്റ്റോറന്റ് ആണ്. ക്ലോക്ക് ടവർ പ്ലേസ് നോക്ക്. മക്ക ഉണ്ട്. ക്ലോക്ക് ടവേഴ്സ്. അത് ഇതാ ദി ഉണ്ട്. പോടാ പോടാ. ക്ലോക്ക് എനിക്ക് സീറോ അല്ലേ? എന്റെ സ്ഥലം ക്ലിയപ്പാട്. തിങ് ക്ലോക്ക്. അതുകൊണ്ട് വെട്ട തിങ് ക്ലോക്ക്. ക്ലോക്ക്. ആ ക്ലോക്ക്. ഓ അതും പോയി. സിനിമ ക്ലൗഡ്. ഏത് എവിടെ ക്ലൗഡ്? നോക്ക്. ഇംഗ്ലീഷ് സിനിമ ഒന്നല്ല, മലയാള സിനിമ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ സ്ഥലം പറയാം. സ്ഥലം സിനിമ പോയല്ലോ. മലയാളം നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത് പോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇല്ല മോനെ. ഇല്ലേ? ഓ ഇല്ല. അമ്മൂനെ കേട്ടെ പറ. ക്ലീറ്റസ്. വെട്ടിക്കൂ. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. പകുതി ആയാലും മതി. ആനിമൽ ഓർ ബേർഡ്? ക്ലൗ. എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് 0. നിനക്ക് ഇനി പറയാ. നീ പറഞ്ഞോണ്ടേ. നീ അക്ഷരം പറഞ്ഞു. നീ നല്ല അക്ഷരം പറഞ്ഞോളൂ. അമ്മ. അമ്മ അടുത്ത അക്ഷരം പറ. പറ്റുമോ? അയ്യോ എനിക്ക് എഴുതാമായിരുന്നു. പേര് ചന്ദ്ര. ചന്തു. ചിന്താമണി. അപ്പൊ സിനിമ പ്ലേസ്. ചിറ്റിലപ്പള്ളി. ഛത്തീസ്ഗഡ്. ചാഞ്ഞോടി. തിങ് എഴുതിയില്ല. ചന്ദനം. അത് ചക്ക എഴുതി. പിന്നെ അറിയാൻ മാറ്റി. മൂവി. ചന്ദ്രോത്സവം. ചതിക്കാത്ത എന്ത്? മറ്റേ എഴുതിയില്ല. ചെന്നായ. നീ കിട്ടിയില്ല. അടുത്ത ആറാമത്തേതാ? ആറാമത്തെ നീ എന്തുവാ? പാ. എഴുതി. എനിക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ട്. പശുവല്ലേ? പപ്പു. ഒരു രീതിയിലും പോയിന്റ് തരത്തില്ലേ? വാക്കരൻ.
പ്ലേസ് എഴുതിയില്ല. പാലോട്. പട്ന പട്ന പട്ന. തിങ്. പറ. പണം. പഞ്ഞി. ഓ പഞ്ഞിയോ. മൂവി. പാണ്ടിപ്പട. പറവ. പപ്പയുടെ സ്വന്തം അപ്പൂസ്. അനിമൽ. പശു. പശു. പടക്കുതിര. തരാം. പടക്കുതിര. സിനിമ എഴുതി വെച്ചു അവിടെ കൊണ്ടുപോയി. മുട്ട. അയ്യോ 4. 4 ഉണ്ടോ? 7. ഇനി നിന്റെയാണേ. പൊന്നെ 2. ഇത് എന്റെ കണ്ണി കൊണ്ടുവന്നെ ഇപ്പൊ വേണമെന്ന് ഉണ്ടില്ലല്ലോ. ആഹാ. ഇതെല്ലാം സെയിം ആയിരിക്കും എല്ലാ പട്ടികളും. ഓക്കെ മതി മതി. എനിക്കൊന്നും കിട്ടിയില്ല, 2 എണ്ണം കിട്ടിയുള്ളൂ. പേര് പട്ടി. എനിക്കൊരു മനസ്സമാധാനം എന്താ, എന്റെ എല്ലാം കോപ്പി അടിച്ചിട്ട് വെച്ചേക്കും. അവന് സരള. സുമ. കിട്ടി. സുമതി നല്ല എഴുതാൻ. 4 എഴുതാതെ പോയി. സീതത്തോട്. സിംഗപ്പൂർ. കിട്ടിയില്ലെന്ന്. ഇഷ്ടം പോലെ പേര്. തിങ്. സോപ്പ്. സവാള. സഞ്ചി. സിനിമ. സുന്ദരി നീ സുന്ദരൻ ഞാനും. സർഗം. ചേർക്കുവാണോ? എനിക്കൊന്നും കിട്ടിയില്ല. അതും അടുത്ത് ഒരുപോലെ. ഇത് എഴുതി ഇത് സമയം പോയതുകൊണ്ട് എനിക്ക് ആനിമൽ. പക്ഷി മൃഗം എഴുതാൻ പറ്റാതെ. സിംഹം. എനിക്കൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല എനിക്ക്. 2. കാരണം 3 ഇതും കൂടെ ഉള്ളത്, 3 അക്ഷരം കൂടെ ഉള്ളത്. വൈൻഡപ്പ. ഏ അറിയില്ല. സിനിമയൊക്കെ കിട്ടിയോ? ഏകലവ്യൻ. സിനിമയോ? അല്ല, പേര്. ഏകലവ്യൻ. ആ എന്തോ ഏഞ്ചലീന. നീ എന്താ? എഡ്വേർഡ്. ഏഞ്ചലീനെ. എഴുപന്ന സ്ഥലം. ഏറ്റുമാനൂർ. എരഞ്ഞിപ്പാലം. അങ്ങനെയൊക്കെ സ്ഥലമുണ്ടോ? കോഴിക്കോട്. തിങ്. ഏണി. ഇട്ടോ. സിനിമ ഒന്നും കിട്ടി. സിനിമ ഏകലവ്യൻ. എനിക്കൊന്നും കിട്ടിയില്ല. സിനിമ ഒന്നും കിട്ടില്ല. പക്ഷി മൃഗം. എലി. എരുമ. ഓ 12. 1 2 പോയിന്റ്. എസ് പോലത്തെ ഡാ. അക്ഷരമൊക്കെ മാറ്റി പിടിക്കാൻ വേണമെങ്കിൽ. ഇല്ല. അറിയില്ല. ഒരു പേര് പറഞ്ഞുതരാവോ? ഡായോ? പക്ഷി മൃഗമൊക്കെ കിട്ടിയോ? അത് കിട്ടത്തില്ല. ടുക്കുരു. ടുക്കുരിപ്പട്ടി. എഴുതടാ പട്ടി. മതി കഥ എഴുതാൻ മതി എല്ലാവരും. ഓക്കെ. ടിനു. ആദ്യം ടിനു എഴുതി വെച്ചത്. ടീന. അവിടെ ഞാൻ തിരുത്തി ടിനീട്ടാ നോക്കി. ശരിക്കും ആക്കിയോ? പ്ലേസ്. ടാൻസാനിയ. എന്താ നീ ഏതാടാ? പറ. ടിറ്റിലത്തോട്. ടോക്കിയോ. വെട്ടി അങ്ങോട്ട്. ടിങ്. ടിൻ. ടിൻ. ടീസ്പൂൺ. ടീസ്പൂൺ ഇല്ലേ സാധനം? ഉണ്ട്. സ്പൂണാ. ടീസ്പൂൺ ഉണ്ട്. ടീസ്പൂൺ ഇരിക്കട്ടെ. അപ്പോ മൂവി. ചമാർപ്പടാർ. അങ്ങനെ മൂവി ഉണ്ട്. ടപ്പേ ടപ്പേ. ടിക്കി ടാക്ക. ടപ്പേ ടപ്പേ. ടിക്കി ടാക്ക് എന്ന് ഇറങ്ങിയിട്ടില്ല. മൂവിയാണോ? നീ കേട്ടിട്ടുണ്ടോ? മുമ്പ് കേട്ടിട്ടുണ്ടോ? ടിക്കി ടാക്ക് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ടിക്കി ടാക്ക മൂവിയാ അത്. ഇറങ്ങിയിട്ടില്ല. പറഞ്ഞാ മതി. അങ്ങനൊക്കെ ഉണ്ട്. നീ അല്ലേ ടാ പറഞ്ഞത്? നീ അനുഭവിക്കണം. നീ ഏതാ എഴുതിയേ? ടപ്പേ ടപ്പയോ? അതിത് ഡും. ഏത് മൃഗത്തിനാ ഡുമ്മെന്ന് പേര്? എനിക്ക് 2 പോയിന്റ്. നീയോ? എനിക്ക് കിട്ടിയില്ല. എഴുതിയില്ലേ? ഇല്ല. ടോക്കിയോയിലെ പട്ടി. അടുത്ത് അതാ നീയാണ് ലാസ്റ്റ്. നിന്റെ അക്ഷരം ലാസ്റ്റ്. ഞാൻ വരച്ചോട്ടെ. വരയ്ക്കൊന്നും വേണ്ട, ചുമ്മാ എഴുതി വിട്ടോ. വേഗം ലാഗാക്കല്ലേ. ഈ ഇന്ദ്രൻ. അല്ല മാർക്കിടാൻ പിന്നെ ഇന്ദുമതി. ഇന്ദ്രൻ. എന്നടാ എന്നെ തൊന്തരവ് പണിട്ടേ ഇருக்கு. ഇലഞ്ഞിത്തോട്. ബ്രസീൽ പ്രദേശ്. എഴുതാൻ വന്ന എഴുതിയില്ല. ഇരിഞ്ഞാലക്കുട. ഉണ്ടായിരുന്നല്ലേ. ഇല. ഇഞ്ചി. തിങ് ഇല എങ്ങനെ വരുന്നത്? ഇല. ഇരിക്കുന്ന കസേര.
മൂവി, ഇന്ദ്രിയം, ഇന്ദ്രജാലം, ഈച്ച, ആനിമൽ, ഇയാമ്പാറ്റ, ഈച്ച, ഈര്. എന്താ അത് ഒരു ഇതിപ്പെടുന്നതല്ലേ? എന്ത് ഈര്? ഈരോ? മുടിയിരിക്കുന്ന ഈര്. ഈര് പറക്കുവാടാ. പക്ഷിയല്ല, മൃഗം. ഈര് പറക്കും. ഇല്ല പറ്റൂല അത്. പിന്നെ ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ. 1 2 3 4 കൂട്ടടാ. കൂട്ടാ അറിയാത്തോണ്ട് 3 2 എനിക്ക് 2. ഞാൻ തോറ്റു. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചു. 4 3 7 3 10 4 14 4 18 2 20 2 22 2 24 26 മിനിറ്റ്. ഗൈസ് എനിക്ക് 26 മിനിറ്റ്. ആ കൂട്ടാൻ അറിയില്ല. 30 ആണ് 34. 5 5 10 11 12 ഇത് 5 ആണോ? 17 20 24 27 30 34. 34. അയ്യോ എനിക്ക് 26 ഉള്ളൂ. എനിക്ക് 27. അപ്പം Have the winner. 500 rupees. അതെങ്ങനാ ഈ നെയിം പ്ലേസിംഗിന്റെ അഗ്രഗണ്യായിരിക്കുന്നത്? പക്ഷെ എന്നിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ് അമ്മു കൊച്ചിലെ ഒരുപാട് നെയിം പ്ലേസിംഗ് കളിച്ചുകൊണ്ടും ആ ഒരു ഓർമ്മ നിൽക്കുന്നതുകൊണ്ടും എല്ലാ പേരും സ്ഥലവും തിങ്ങും മൂവി എല്ലാം അമ്മുന് അറിയാവുന്നതുകൊണ്ടും അമ്മു ഈ കളിയിൽ ജയിച്ചു. പ്രസക്തിയില്ല. അതുകൊണ്ട് ഡാജാത്ത് ഡുമ്മൊക്കെ എഴുതി വെച്ചേക്കൊന്ന് പോടാ. അതെങ്കിലും എഴുതി, എനിക്ക് അതുപോലും കിട്ടുന്നില്ലായിരുന്നു. ഡുമ്മ ഡും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിജയിക്കുള്ള സമ്മാനം നമുക്ക് കൊടുക്കണ്ടേ? ഒരുപാട് ആവശ്യം ഞങ്ങൾ ഒരു വിന്നർക്ക് ഞങ്ങൾ ഇതുപോലെ പ്രൈസ് കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് നല്ലൊരു ഒരു പ്രൈസ് ഇങ്ങനെ പ്രോത്സാഹന സമ്മാനം പോലെ ഇങ്ങനെ കൊടുക്കുന്നത്. ഗാന്ധിജിയെ കാണട്ടെ. അപ്പൊ ഇതിന് ഞങ്ങൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു തരും? എനിക്ക് ആദ്യം ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചു തരാൻ പറ ഗൈസ്. ഈ പൈസ കൊണ്ട് വാങ്ങിച്ചു കിട്ടുമോ? ഇല്ല, ചട്ടിച്ചോറിന് 1000 രൂപയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു കളിയിലെ വിന്നറായിരിക്കുന്ന അമ്മുവാണ്. അടുത്തൊരു കളിയിൽ ഞാൻ വിന്നറാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഇവരോടൊന്ന് പറ ഗൈസ് ഇവൻ്റെയും കൂടെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി ഫീൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ള അമ്മും മൂഡ് ഓഫ്, അവന് പനി. അല്ല, കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവരുടെയൊക്കെ മൈൻഡ് കണ്ട് ഞാനും മൂഡ് ഓഫ്. കറക്റ്റ് അല്ല. ഇന്നലെ കുറച്ച് സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നു. കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. ചെറിയ കാര്യം ഞങ്ങൾ പറയുമ്പോൾ ചെറിയ കാര്യം, നിങ്ങൾക്കത് വലിയവരായിട്ട് തോന്നും. സംഭവം അമ്മൂനോട് നേരത്തെ പറഞ്ഞാൽ അമ്മൂനെ ചേർത്തലയിൽ ഒരു സംഭവത്തിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ടെസ്റ്റിമോണി പറയാനായിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ ഏറ്റതാണ്. പക്ഷേ എന്നെ ഒരാൾ ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം അങ്ങ് മറന്നുപോയി. ഈ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയ ഞാൻ ഈ സീനിലേ ഇല്ല. എനിക്ക് ഈ കാര്യം അറിയത്ത് പോലും ഇല്ല. ഇവൻ കളിയുണ്ട് എന്നോട് തലേ ദിവസം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്ന കളിയുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്, ചേട്ടാ എന്നോട് നാളെ ആലപ്പുഴ വരെ വരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ കളിയുണ്ട്, പിന്നെ അങ്ങനെ വരാനാണ്. ഞാൻ നിങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടല്ലേ അവളോട് വരാൻ പറഞ്ഞെന്നൊക്കെ എന്നോട് കുറെ ഡയലോഗ്. അത് തന്നെ ഡയലോഗാ. അപ്പൊ അവളെന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ, ഞാൻ ഇവനെ വിളിച്ചു ചോദിച്ചു എന്താ സംഭവം, എവിടെ പോകുന്ന കാര്യം പറയുന്നതൊക്കെ. അപ്പൊ അവൻ എന്നോട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കളിയായിട്ടാണ് ഞങ്ങൾക്ക് പിന്മാറാനും പറ്റത്തില്ല. കുറ്റമൊക്കെ എന്റെ ഭാഗത്താണ് കുറ്റം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയുമല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഞാൻ അങ്ങോട്ട് മിണ്ടുമല്ലായിരുന്നു. ഞാൻ ഒന്നും മിണ്ടില്ല. ഫോൺ വിളിച്ചപ്പോഴ് എന്നെ അതിർപ്പിച്ചോണ്ടിരിക്കും, ഫോൺ വെച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുന്നില്ല. അപ്പൊ ഇതിൽ നിന്നൊരു പാഠം നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഇതിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഒരു പാഠം പഠിക്കണം. ഗേൾസ് ഒരിക്കലും എല്ലാരെയും കൂട്ടി ഒരിക്കലും ഒരിടത്ത് പോയി പഠിക്കരുത്. നിങ്ങൾ തന്നെ പോയി പഠിക്കുക. അപ്പൊ അതിൽ നിന്നൊരു പാഠമാണ്. അതിൽ നിന്നൊരു പാഠമാണ്. എല്ലാവരും തന്നെ പോയി പഠിക്കണം. ഇതൊക്കെ ഒരിടത്ത് തന്നെ പോകാൻ അറിയത്തില്ല, പേടിയാണ്. അപ്പൊ ആ പേടി മാറാനായിട്ട് ഞാൻ പറഞ്ഞു തന്നെ പോകും. അത് മാറാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് വരാൻ പറ്റത്തില്ല, തന്നെ ഒന്ന് പോയിട്ട് വന്ന് തന്നെ ഒന്ന് പോയിട്ട് വരാൻ. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമല്ലേ. 25-ാമത്തെ വയസ്സിൽ വന്നിട്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറഞ്ഞ എന്നെ പോലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോ എനിക്ക് വഴി പോലും അറിയത്തില്ല. ആകെ ഞാൻ തന്നെ പോയിട്ടുള്ള തിരുമൂല വരെ അവിടെ പഠിച്ചോണ്ടിരുന്നു. അപ്പം ദേവസ്വം ബോർഡ് പഠിച്ചോണ്ട് എന്റെ പാവം പിടിച്ച് ഞാൻ രാവിലെ ഒറ്റയ്ക്ക് പോയി. എന്റെ പാവം പിടിച്ച അച്ഛൻ എന്നെ തിരുവല്ല കൊണ്ടുപോയിട്ട് എന്നെ ബസ് കയറ്റി. അതിനെ പോലെ ഞങ്ങളെ വിളിച്ചിട്ടില്ല, അതിനെ പോലെ വിളിക്കത്തില്ല. ഇതിൽ നിന്ന് നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഗേൾസ് ഒരിക്കലും ഈ കീഴിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നിങ്ങൾ വളരണം. ഒറ്റയ്ക്ക് എല്ലായിടത്തും പോയി പഠിക്കണം. അതുകൊണ്ട് നമ്മളെ ആരും ഇതുപോലെ ആകരുത്. നമ്മളെ ഒറ്റയ്ക്ക് എങ്ങും വിട്ടിട്ട് എന്നെ വിട്ടിട്ടില്ല ഒറ്റയ്ക്കെങ്ങും. എന്നിട്ട് ഇപ്പം വന്ന് ഇറങ്ങി പൊക്കോടാൻ ചോദിച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ? പാൻ പിടിച്ചെന്റെ അമ്മ കുറെ കാര്യം ചെയ്തു. ഞാൻ എവിടെ വരാന്ന് പോലും അറിയാതല്ലേ.
ഞാൻ എത്തിയോ ഇല്ലയോ എന്ന് അറിയാണ്ട് ഞാൻ ദേഷ്യത്തിന് ആ ഫോൺ പോലും എടുത്തില്ല അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് എല്ലാവർക്കും നെഗറ്റീവ് മൈൻഡ് ആയിരുന്നു. ഓക്കെ ഒരാളുടെ മൈൻഡ് പോലും ഓക്കെ അല്ലായിരുന്നു. അവനും നെഗറ്റീവ് മൈൻഡ്, അവന് പനി ആയതുകൊണ്ട് നെഗറ്റീവ് മൈൻഡ് ആയിരിക്കാം. ഇവളും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നെഗറ്റീവ് മൈൻഡ് നെഗറ്റീവ് മൈൻഡ്. ഒരു കാര്യം നല്ല വർത്തമാനം പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് വീഡിയോയുടെ മുന്നിൽ ആണ് എന്നൊരു ബോധം ഉള്ളതുകൊണ്ട് മാത്രം അവൾ നന്നായിട്ടിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ we are double barrel signing off. ബൈ ബൈ.